നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ 30 വയസ്സ് വരെയുള്ള ജീവിതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 51 52 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശുക്രിസ്തുവിൻ്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏതാണ്ട് 18ഓളം വർഷങ്ങൾ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുകയും പ്രസംഗിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ യേശു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ബൈബിളിലുണ്ട്. അത് പല സ്ഥലത്തായിട്ട് ചെതറിക്കിടക്കുകയാണ്. അത് നാം അന്വേഷിച്ച് അത് നാം അപഗ്രഥിച്ച് പഠിക്കണം. ചിലർ പറയുന്നത് യേശു വിദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ വന്ന് പഠിച്ചതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ യേശുവിന് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ്. ഇന്ത്യയിൽ അങ്ങനെ യേശു വന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനെ പഠിപ്പിച്ച ആളുകൾ യേശുവിനൊക്കെ മിടുക്കന്മാരായിരിക്കണമല്ലോ. അവർ വെള്ളത്തെ വീഞ്ഞാക്കിയിരിക്കണം, വെള്ളത്തിന് മീതെ നടക്കണം, കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തണം, മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും നിയന്ത്രിക്കണം, രോഗികൾക്ക് ഭൂതബാധിതർക്ക് സൗഖ്യം നൽകണം, മരിച്ചവരെ ഉയർപ്പിക്കണം. അങ്ങനെ ആരുടെയെങ്കിലും ജീവിതത്തിൽ, പ്രത്യേകിച്ച് യേശുവിനെ പഠിപ്പിച്ചവരുടെ ജീവിതത്തിൽ അതുണ്ടായിരുന്നെങ്കിൽ അവർ യേശുവിനേക്കാൾ പ്രശസ്തരും യേശുവിനേക്കാൾ ആരാധ്യരും ആയി തീരുമായിരുന്നല്ലോ. യേശുവിനേക്കാൾ അനുഗാമികൾ ഉള്ളവരായി തീരുമായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ആദ്യജാതനായ യേശുവിന് വേണ്ടി ഒരു ആടിനെ യാഗം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന ദരിദ്രരായിരുന്നു യേശുവിൻ്റെ വളർത്തു പിതാവായ യോസേപ്പും മാതാവായ മറിയാമും. അവർ പ്രാക്കുഞ്ഞിനെയാണ് അർപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു ദരിദ്ര പശ്ചാത്തലമുള്ള അവർക്ക് മകനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനുള്ള മാർഗമില്ല. നമ്മളിവിടെ വായിക്കുന്നത് 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ യോസേപ്പ് പിതാവിനോടും മാതാവിനോടും കൂടെ പോയിട്ട് മടങ്ങി വന്ന യേശു നസറേത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് വായിക്കുന്നത്. അതല്ലാതെ ഇന്ത്യയിലേക്ക് പോയെന്നല്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ഒരു വാക്യം ഇതിലേക്ക് ഒന്നുകൂടെ വെളിച്ചം വീശുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് 4-ാം അധ്യായം 16-ാം വാക്യം. അവൻ വളർന്ന നസറേത്തിൽ വന്ന് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അവൻ വളർന്ന നസറേത്തിൽ എന്നാണ്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള 18 വർഷക്കാലം യേശു ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കലാശാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആന്തരിക വിദ്യ പഠിപ്പിക്കുന്ന സ്ഥലത്തോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതാനൊക്കത്തില്ല. അവൻ വളർന്ന നസറേത്തിൽ വന്നു എന്നാണ്. അപ്പോൾ യേശു വളർന്നത് നസറേത്തിലാണ്. നസറേത്തിൽ യേശു അവിടെ വളർന്നു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. പതിവ് പോലെ പള്ളിയിൽ, യഹൂദന്മാരുടെ സിനഗോഗിൽ അല്ലെങ്കിൽ പള്ളിയിൽ ശനിയാഴ്ചയാണ് പ്രാർത്ഥനയുള്ളത്. കർത്താവ് പതിവ് പോലെ എല്ലാ ശനിയാഴ്ചയും അവിടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, ഈ യേശു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലത്ത് നസറേത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു? അതിന് വ്യക്തമായ ഉത്തരം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 3-ാം വാക്യം. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞവങ്കിൽ ഇടറിപ്പോയി. ഒന്നുകൂടെ വായിക്കാം. ഇവൻ
മറിയയുടെ മകനും, ഇവൻ യോസേപ്പിൻ്റെ മകനെന്നല്ല, മറിയയുടെ മകനും, പിന്നെ യാക്കോബ്, യോസേ, യൂദാ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ? അപ്പോൾ യോസേഫ്, മറിയയുടെ അതിജാതനായിരുന്നു യേശു എന്ന് നമ്മൾ കണ്ടു, മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യേശുവിൻ്റെ അനുജന്മാരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. സഹോദരന്മാരായ യാക്കോബ്, യോസേ, ശീമോൻ, യൂദാ, സഹോദരിമാരുടെ കാര്യവും പറയുകയാണ്. മൂത്ത മകനായ യേശു തൻ്റെ വളർത്തച്ഛനിൽ നിന്ന് അദ്ദേഹത്തോടു കൂടെ അവരുടെ കുലത്തൊഴിലായ മരപ്പണി ചെയ്തുകൊണ്ട് ജീവിച്ചു. ആദ്യകാലത്തൊക്കെ യോസേഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും പിന്നീട് യോസേഫിനെ കുറിച്ച് വായിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെട്ട് കാണും. അപ്പോൾ കുടുംബത്തിൻ്റെ ഭാരം യേശുവിലായി. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, ഇവൻ തച്ചനല്ലയോ? ഇന്ത്യ രാജ്യത്ത് ഓരോ ജാതികൾക്ക് ഓരോ തൊഴിലാണ്. അതായത് മരപ്പണി ചെയ്യുന്നവർ ഒരു പ്രത്യേക ജാതിക്കാരാണ്, സ്വർണ്ണപ്പണി ചെയ്യുന്നവർ വേറെ, ഇരുമ്പ് പണി ചെയ്യുന്നവർ വേറൊരു ജാതിക്കാരാണ്, അതുപോലെ മുടി വെട്ടുന്നവർ ഒരു ജാതിക്കാരാണ്, മരത്തിൽ കയറുന്നവർ ഒരു ജാതിക്കാരാണ്. അത് കുലത്തൊഴിലെന്ന് പറയും. എന്നാൽ ഇസ്രായേലിൽ അങ്ങനെയല്ല, അവരെല്ലാം യഹൂദന്മാരാണ്. 12 ഗോത്രങ്ങളുണ്ടെങ്കിലും അതിൽ ഇപ്പോൾ ലേവ്യ ഗോത്രത്തിന് ദേവാലയ ശുശ്രൂഷയാണെന്നുള്ളത് ശരിയാണ്. ബാക്കി മുഴുവൻ 11 ഗോത്രങ്ങൾക്കും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം. അപ്പൻ്റെ തൊഴിൽ അപ്പനിൽ നിന്ന് പഠിച്ച് മകന് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പ്രത്യേക ജാതികൾക്ക് അല്ലെങ്കിൽ ഉപജാതികൾക്ക് പ്രത്യേക തൊഴിൽ, അങ്ങനൊരു സംഭവം ഇസ്രായേലിൽ യഹൂദന്മാരുടെ മധ്യത്തിലില്ല. എല്ലാവരും യഹൂദന്മാരാണ് അവിടെ. എന്നാൽ ഓരോരുത്തരുടെ പ്രാപ്തിക്കൊത്ത ജോലികൾ അവർ ചെയ്യുന്നു എന്ന് മാത്രം. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സമ്പത്തിനും അവരുടെ കഴിവിനും ഒക്കെ അനുസരിച്ചുള്ള ജോലി അവർ ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെ യേശു തച്ചനല്ലയോ എന്ന് ചോദിക്കുന്നത് യേശുവിൻ്റെ ജാതിയുടെ കാര്യമല്ല. യേശു യഹൂദ ഗോത്രത്തിലെ യഹൂദനാണ്. പക്ഷേ യേശു ചെയ്തു പോകുന്ന തൊഴിൽ അത് മരപ്പണിയായിരുന്നു. വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീട് പണിയുക, ഇതൊക്കെയാണ് യേശു ചെയ്തിരുന്നത്. അപ്പം 30 വയസ്സുവരെ ഒരുപക്ഷെ വീടാന്തരം കയറി ഇറങ്ങി തവി തുടങ്ങി, അല്ലെങ്കിൽ കട്ടിലും കസേരയും ഒക്കെ ഉൾപ്പെടെ ആ വീട്ടിൽ വേണ്ട, അടുക്കളയിലും അല്ലെങ്കിൽ ആ വീട്ടിലും വേണ്ട സാധനങ്ങളൊക്കെ വളരെ വൃത്തിയായി ഭംഗിയായി ഉണ്ടാക്കുന്ന ജോലിയിലാണ് യേശു വ്യാപൃതനായിട്ടിരുന്നത്. അപ്പോൾ 2 കാര്യം നമ്മൾ കണ്ടു. ഒന്ന്, യേശു നസറേത്തിലാണ് വളർന്നത്. 2, യേശു തച്ചുപണി ചെയ്ത് ജീവിച്ചു. 3, യേശു നസറേത്തിലെ പള്ളിയിൽ എല്ലാ ശനിയാഴ്ചയും പോവുക പതിവായിരുന്നു. ചിലർ പറയുന്നത് യേശു വിദേശത്തൊക്കെ പോയി ഏതോ സിദ്ധികളൊക്കെ പഠിച്ചതിൻ്റെ മിടുക്കാണ് എന്നൊക്കെ യേശുവിനെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരു മറുപടി നമുക്ക് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. ദയവായിട്ട് ആ വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് അതിൻ്റെ 15-ാം വാക്യമാണ്. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രമറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു സ്വദേശത്ത് നിന്നാകട്ടെ വിദേശത്ത് പോയി ആകട്ടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യ നേടിയിട്ടില്ല. അത് ആ നാട്ടുകാർക്കറിയാം. അവരാശ്ചര്യപ്പെടുകയാണ് യേശുവിനാൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട്, യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവർ അത്ഭുതപ്പെടുകയാണ്. വിദ്യാഭ്യാസം ചെയ്യാത്തവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ? അപ്പോൾ യേശു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നു എന്നുള്ളത് അവിടെ വേദപുസ്തകത്തിൽ ചെതറിക്കിടക്കുന്നുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ യേശു വിദേശത്ത് എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് വന്നതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്ന ആളുകൾ, പഠിപ്പിച്ച ആളുകൾ ആരാന്ന് പറയണം. ആ പഠിപ്പിച്ച ആളുകൾ യേശുവിനേക്കാൾ മിടുക്കരായത് എവിടെയാണെന്ന് പറയണം. അങ്ങനൊരു സംഭവം ലോകത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല.
ലോകത്തിൽ ആരും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യപ്പെടുത്തിയിട്ടില്ല. കുരുടന്റെ കണ്ണ് തൊട്ട് സൗഖ്യപ്പെടുത്തിയിട്ടില്ല. ഭൂതഗ്രസ്തർക്ക് ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം നൽകിയിട്ടില്ല. ചെകിടനും കുരുടനും ഊമനും ബധിരനും യേശു ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം നൽകിയതുപോലെ ലോക ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല. കരയിൽ എന്ന പോലെ വെള്ളത്തിൻ്റെ മീതെ ഇവിടെ ആരും നടന്നിട്ടില്ല. കാറ്റിനെയും കടലിനെയും ഒറ്റ വാക്കുകൊണ്ട് ആരും ശാസിച്ച് അമർത്തിയിട്ടില്ല. ഇണങ്ങാത്ത കഴുതപ്പുറത്ത് ആരും സഞ്ചരിച്ചിട്ടില്ല. അതുപോലെ യേശു പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അക്ഷരപ്രകാരം നിറവേറി. യേശു സർവജ്ഞാനിയായ, സർവ്വവ്യാപിയായ, സർവശക്തനായ ദൈവമാണെന്ന് തൻ്റെ പ്രവൃത്തികളിലൂടെ യേശു തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ദൈവമാണെന്ന്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്ന് അംഗീകരിക്കാൻ അങ്ങോട്ട് മനസ്സില്ലാത്ത ആളുകൾ അവരിങ്ങനെ ഭാവനയിൽ ഓരോന്ന് നെയ്തുകൂട്ടി അവരത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് ആരിൽ നിന്നും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. യേശുവാണ് സർവജ്ഞാനിയായ ദൈവം. അത് തിരിച്ചറിഞ്ഞ് അത് അംഗീകരിച്ച് യേശുവിനെ ബഹുമാനിക്കാൻ, ആരാധിക്കാൻ, നമിക്കാൻ ദൈവം നമുക്ക് ബുദ്ധി നൽകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.